എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുൽഫിയാണ്, മാംഗോ കുൽഫി. ഞാൻ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഇതാണ് ഇടാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് നല്ല മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ മുന്തിരി ജ്യൂസ് ഇട്ടത്. അപ്പോൾ ഒരുപാട് പേര് അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് മാംഗോ കുൽഫി എന്ന് പറഞ്ഞാൽ നമുക്ക് പല വേരിയേഷൻസ് ഓഫ് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു വേർഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വരുന്ന എപ്പിസോഡ് റീസെൻ്റ് ആയിട്ടല്ല, എന്നാൽ പോലെ എപ്പോഴെങ്കിലും ഞാൻ ബാക്കിയുള്ള റെസിപ്പീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ മാംഗോ കുൽഫി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാംഗോ കുൽഫി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇപ്പോൾ അൽഫോൺസയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ കേസർ, അതുപോലെ തന്നെ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ബദാമി മാമ്പഴമൊക്കെ അത്ര വലിയ നന്നായിട്ടുണ്ടാവില്ല, കാരണം അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ഇനി എന്ത് ചെയ്യണം, 3 മാമ്പഴം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് ജ്യൂസായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാമ്പഴം തന്നെ ചെത്തി റെഡിയാക്കി വയ്ക്കാം. ഓക്കെ, ഞാൻ മാമ്പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിച്ചിട്ട് ഒരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരച്ചെടുക്കാൻ പറ്റും. വലിയ കഷ്ണങ്ങളാണെങ്കിൽ തിരിയില്ല, കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്തതാണ്. അരച്ചിട്ട് വരാണ്ട് വീണ്ടും ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 മാമ്പഴം ആണ് നമ്മളുടെ കണക്ക് കേട്ടോ. അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അതിലോട്ട് ബാക്കിയും കൂടെ മാമ്പഴം അരിഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് അളന്ന് കറക്റ്റായിട്ട് എത്ര അളവുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 240 ml ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് ഉണ്ടാവും ഏകദേശം. അപ്പോൾ തൽക്കാലം ഈ പേസ്റ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. പക്ഷേ ലോ ഫാറ്റ് മിൽക്ക് എടുക്കണ്ട, കാരണം ഒരുപാട് സമയം പിടിക്കും നമുക്കത് വറ്റിച്ച് വരാൻ. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള മിൽക്ക് എന്താണോ അതെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്, അതായത് 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ്, അതായത് 450 ml മിൽക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ക്രീമാണ്. ഞാനിവിടെ ഡബിൾ ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് സാധാരണ ക്രീം ഉപയോഗിക്കാം. അതായത് ഫ്രഷ് ക്രീം കിട്ടും, കുക്കിംഗ് ക്രീം കിട്ടും, അതേപോലെ തന്നെ തിക്ക് ക്രീം കിട്ടും. ഏത് ക്രീമാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അത് ഉപയോഗിക്കാം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിൽ കൂടെ ഇട്ടതിന് ശേഷം മിക്സിയിലൊന്ന് അടിക്കണം. കാരണം ഇത് നല്ല കട്ടയായിട്ടുള്ള ക്രീമാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേസമയം ഞാൻ ഉപയോഗിക്കാൻ പോണത് നല്ല ലൂസായിട്ടുള്ള ക്രീം ആയതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതിയാവും. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ക്രീമിൻ്റെ അളവ് 200 ml ആണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വാനില പാനക്കോട്ട ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡബിൾ ക്രീമാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഏത് ക്രീമാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡബിൾ ക്രീം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. തീ ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് പകുതിയായിട്ട് മാറ്റണം. ഒരു 700 ml ഉള്ള സംഭവത്തിന് ഒരു 350-400 ml ആയിട്ട് നമുക്കിത് ചുരുക്കണം, അതായത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇച്ചിരി സമയം പിടിക്കും ഇതിന്. അപ്പോൾ നമ്മൾ ക്ഷമയോട് കൂടി ഇത് വറ്റിച്ചെടുക്കുക, എന്നാൽ മാത്രമാണ് നമ്മളുടെ ആ കുൽഫിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. പലരും പല രീതിയിലാണ് കുൽഫി ചെയ്യാറ്. ചിലർ ഇതൊന്ന് കുക്ക് ചെയ്യാണ്ട് ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുൽഫി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം. പക്ഷേ അപ്പോൾ ഞാൻ ഈസി വേർഷൻസ് ഞാൻ പിന്നെ ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷേ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന കുൽഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന റെസിപ്പി. ഓക്കെ, അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മളിവിടെ എപ്പോഴും ആളുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പാലൊരു വികൃതിക്കുട്ടനാണ്. പാല് ഇങ്ങനെ നമ്മൾ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട്. എൻ്റെ മോനെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് മുഴുവനും വെള്ളത്തിലാവും, പാല് മുഴുവനും വേസ്റ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റാറുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പാലും ക്രീമും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ പാത്രത്തിൽ ചെയ്യാം. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകുമെന്നുള്ള ടെൻഷൻ വേണ്ട. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് ചാടും.
പിന്നെ ആകെ പ്രശ്നമാവേ. ഇപ്പോൾ പാൽ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു അല്പം കുങ്കുമപ്പൂവ്, അതായത് സാഫ്രോൺ എടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. അതൊരു പ്രത്യേക ഫ്ലേവർ, ഒരു കളറും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ്രോൺ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വിഷമിക്കൊന്നും വേണ്ട, ഭർത്താവിനെ കഷ്ടപ്പെടുത്തുകയും വേണ്ട. അയ്യോ ചേട്ടാ സാഫ്രോൺ വേണമെന്ന് പറഞ്ഞ് പറയുന്നും വേണ്ട. ഉണ്ടെങ്കിൽ എടുക്കുക, അത്രേ ഉള്ളൂ. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലോട്ട് അല്പം ചൂട് പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കളറൊക്കെ ഇങ്ങനെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഇറങ്ങും. അതിനുശേഷം നമുക്ക് ഈ പാലിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാലാണ് കറക്റ്റായിട്ട് കളർ വരുള്ളൂ. കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കത് മാറ്റി വയ്ക്കാം. ഈ പാല് ചിലവർക്ക് സാഫ്രോണിൻ്റെ സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല. 10-15 മിനിറ്റും കൂടെ നമുക്കിതങ്ങ് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ആ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമ്മുടെ പാലിന് കിട്ടുക. ഇനി നമുക്ക് ഇതിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേസർ ഇട്ട് കൊടുക്കുക. സാഫ്രോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ തിളച്ച് കളറൊക്കെ ഒന്ന് വരട്ടെ. അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഏകദേശം ഇത് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കേസർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അരിച്ചെടുക്കണം. മിക്സ് ചെയ്തൊന്ന് തിളച്ചതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത് നന്നായി തണക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ പാല് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാല് വറ്റിക്കില്ലേ, ആ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാം. മിൽക്ക് മെയ്ഡ് ഞാനൊരു ദിവസം വീഡിയോ ഇടാം തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 200 ml കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് മാമ്പഴത്തിൻ്റെ പ്യൂരിയും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും ഒരു അല്പം മുന്നോട്ട് നിൽക്കണം മധുരം. അതായത് തണുക്കുമ്പോൾ മധുരം കുറച്ചൊന്ന് കുറയും. അതെപ്പോഴും ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഈവനായിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിക്സിയുടെ ആ ജാറില്ലേ അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ മിക്സിയിലൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈവനായിട്ട് കിട്ടും. അതായത് ഇങ്ങനെ തരിതരിയൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ അതിലോട്ടൊന്ന് ഇടാൻ പോവുകയാണ്. ഞാനത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ആ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സിയുടെ ഉള്ളിലോട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ പാത്രത്തിലോട്ട് മാംഗോ ഒഴിക്കാൻ നിൽക്കണ്ട. ഇതിൽ തന്നെ വെച്ചാൽ മതി. അവസാനം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. ഞാൻ നിങ്ങൾക്കത് എത്ര അളവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിലോട്ട് ഒഴിച്ചത് കേട്ടോ. നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. മധുരം എത്രയ്ക്കാന്ന് നോക്കണം. എനിക്ക് മധുരം കുറവാണ്. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക്, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ എത്ര വേണമെന്നുള്ള കാര്യം. കാരണം ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ലെവലും വ്യത്യാസപ്പെട്ടിട്ടിരിക്കും. അത് ശ്രദ്ധിക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല ക്രീമി ടെക്സ്ചർ ആയിരിക്കണം നമ്മുടെ ഈ ബാറ്റർ. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോകണം. ഞാൻ എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും ഇതിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആ മധുരം ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ. ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. അല്പം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ, ഒരുപാട് ഇടാൻ പാടില്ല. ഞാൻ ഇതിലേക്ക് അല്പം മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ ആണ് മാംഗോ എസൻസ് ഉപയോഗിക്കുന്നത്. ഒരു 2-3 ഡ്രോപ്സ് മാംഗോ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് ഈ കറക്റ്റായിട്ടുള്ള മാംഗോ ഫ്ലേവർ വരുന്നത്. മാംഗോ ഐസ്ക്രീമിനും ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ മാംഗോ ഐസ്ക്രീമിൻ്റെ വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റും ഞാൻ വീണ്ടും നോക്കട്ടെ. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ആ ഫ്ലേവറും വന്നിട്ടുണ്ട്. എനിക്ക് മധുരവും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ ഒരു അല്പം നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനൊരു അല്പം മുന്നിട്ട് നിൽക്കണം മധുരം. അപ്പോഴാണ് ആ സ്വീറ്റ് ആ സെറ്റ് ആകുമ്പോൾ തണുക്കുമ്പോൾ കറക്റ്റ് മധുരമായിട്ട് നമുക്ക് വരുള്ളൂ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ 2-3 തരത്തിൽ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ പോപ്സിക്കിൾ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെക്കാം. പിന്നെ അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ 4 എണ്ണത്തിലോട്ട് ഒഴിക്കട്ടെ. പോപ്സിക്കിൾ മോൾഡിലോട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മോൾഡിലോട്ട് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം പതുക്കെ. ഞാനിപ്പോൾ ഇത് മൂടി വെച്ച് മൂടുന്നില്ല. അതിന് പകരമായിട്ട് സ്റ്റിക്കാണ് വെക്കുന്നത്. ബാംബൂ സ്റ്റിക്കില്ലേ, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെക്കുക. എന്നിട്ട് മേലത്തെ ഭാഗത്ത് നന്നായിട്ടും തുടച്ച് കൊടുത്തിട്ട് മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ചൊക്കെ പോയിന്നിരിക്കും, സാരമില്ല. പിന്നെ ഇത് നമ്മൾ ഐസ്ക്രീം പോലെ അങ്ങ് ഐസ് പിടിക്കുമോ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ കവർ ചെയ്യുന്നില്ല.
അല്ല ഞാൻ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഐസ് ക്രിസ്റ്റൽസ് വന്നിട്ടില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ മേലത്തെ ഭാഗത്ത് മാത്രം വരുള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ചൂടുവെള്ളത്തിൻ്റെ താഴെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തുടച്ച് കൊടുക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ തുടച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് ബാംബൂ സ്റ്റിക്ക് ഇല്ലേ, നമ്മുടെ വാങ്ങിക്കാൻ കിട്ടില്ലേ, ബാംബുവിൻ്റെ സ്റ്റിക്ക്, മുളയുടെ ചെറിയ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അത് ഐസ്ക്രീമിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിഡിലേക്ക് ഇങ്ങനെ കുത്തി നിർത്താം. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്. ഒരു 5 മുതൽ 6 മണിക്കൂർ സമയം വേണ്ടി വരും ഇതൊന്ന് സെറ്റായി കിട്ടാൻ കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും ഇതേപോലെ പോപ്സിക്കിൾ മോൾഡ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഗ്ലാസ് ഉണ്ടാവില്ലേ? സ്റ്റീലാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഏത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിലോട്ട് നമുക്ക് നമ്മുടെ കുൽഫിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് സ്റ്റിക്ക്, എന്തെങ്കിലും സ്റ്റിക്ക് ഉണ്ടെങ്കിൽ വെക്കുക. അതല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെ എടുത്തും കണ്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ താഴെ വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് മുറിച്ച് ഉപയോഗിക്കാം. സ്റ്റിക്ക് ഇല്ലയെന്ന് വെച്ചിട്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നല്ലത്. അത് പുറത്തേക്ക് എടുക്കാൻ ഈസി ആയിരിക്കും, നമുക്ക് കഴിക്കാനും ഈസി ആയിരിക്കും. അതിലേക്ക് നമുക്ക് മുറിച്ചും ഉപയോഗിക്കാം. എൻ്റെ അടുത്തൊരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മാമ്പഴത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുൽഫി കടയിലൊക്കെ പോകുമ്പോൾ ചില കുൽഫി കടയിൽ നമ്മൾ മാമ്പഴത്തിലാണ് കുൽഫി സെറ്റ് ചെയ്തവർ തരാറ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി കണ്ടിട്ട് മാമ്പഴത്തിൻ്റെ ഈ ഭാഗം മാറ്റി വയ്ക്കുക. ഇത് കളയാൻ പാടില്ല, നമുക്ക് തിരിച്ചടച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് പതുക്കെ കത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ മാങ്ങാണ്ടി എടുത്ത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് വരുള്ളൂ. 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഇത് ശരിയായില്ല എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാ. കാരണം നമുക്ക് എങ്ങനെയാണെങ്കിലും കുൽഫി സെറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം. കത്തി ഉള്ളിലോട്ട് കൊണ്ടുപോവുക. ഉള്ളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക, കത്തിയുടെ അറ്റം പുറത്തേക്ക് വരാൻ പാടില്ല. മാങ്ങാണ്ടിയുടെ അടുത്ത് കൂടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പൂൺ ഇട്ടിട്ട് നമുക്ക് തിരിച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിലത്തെ ചാറൊക്കെ പുറത്തേക്ക് വരും. അതൊക്കെ ഈ പ്ലേറ്റിലോട്ട് വീണോട്ടെ. നല്ല മാമ്പഴമാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ചില മാമ്പഴം അത്ര ഗുണം ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പഴുത്ത മാമ്പഴവും അതിൻ്റെ ഉള്ളിൽ കുൽഫിയും കൂടെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, എന്തായിരിക്കും എന്നറിയാം ടേസ്റ്റ്. സഞ്ജീവ് കപൂർ കസാനയിലാണ് ആദ്യമായിട്ട് ഈ മാമ്പഴത്തിൻ്റെ കുൽഫിയുടെ വീഡിയോ കണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തോന്നി. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. ആദ്യത്തെ ട്രൈയിലൊന്നും ശരിയായില്ല കേട്ടോ. കഴിഞ്ഞ് സ്പൂണും ഉണ്ട്, നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ആ മാങ്ങണ്ടി നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. കുറച്ച് ഫ്ലഷൊക്കെ വരും പുറത്തേക്ക്, സാറില്ല. കാരണം നമ്മൾക്ക് അത് സ്പേസ് വേണ്ടേ, കുൽഫി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് ഇത് വന്നാലും കുഴപ്പമില്ല. മാങ്ങണ്ടി മാത്രം റിമൂവ് ചെയ്യുക. മാങ്ങയുടെ തൊലിയൊന്നും പൊട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ചെയ്യണ്ട കേട്ടോ. ഒരു രസം അത്രയേ ഉള്ളൂ. നമ്മുടെ മാങ്ങണ്ടി ഇതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ കുറച്ച് അംശം ഇതിൽ ബാക്കി ഇരിപ്പുണ്ട്, പിന്നെ ഹോളായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുൽഫി നിറയ്ക്കണം. ഇപ്പോൾ നമ്മുടെ മാമ്പഴം ഹോളോ മാമ്പഴം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കുൽഫി ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, കാണിക്കുന്നതല്ല കേട്ടോ. കാരണം എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്കങ്ങനെ മാമ്പഴം കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആയിരിക്കില്ലേ. മാമ്പഴമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കുൽഫിയാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ നേരത്തെ മുറിച്ചിട്ടുള്ള അതിൻ്റെ മാങ്ങയുടെ മൂടി വെച്ചങ്ങ് മൂടി വയ്ക്കുക. തണുക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഞാനിപ്പോൾ ഇതൊരു ചെറിയ ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ചാരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ കുൽഫി പണി കിട്ടും. അതുകൊണ്ട് ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അങ്ങ് കവർ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത്. പിന്നെ ഇതേപോലെ ഫ്രീസ് ആയതിനു ശേഷം, സെറ്റായതിനു ശേഷം നമുക്ക് മാങ്ങ മുറിക്കുന്ന പോലെ മുറിച്ചിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിലുള്ള കുൽഫി എല്ലാത്തിലും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാമ്പഴത്തിൽ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, 2 ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പോപ്സിക്കിളിൻ്റെ മോഡിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 8 കുൽഫി കിട്ടാനുള്ള ഒരു അളവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഓരോ ഫ്രിഡ്ജ് അനുസരിച്ച് മാറ്റം വരും. അറ്റ്ലീസ്റ്റ് 5 മുതൽ 6 മണിക്കൂർ വരെ വേണം നമുക്ക് ഈ കുൽഫി സെറ്റായി കിട്ടാൻ. ഇതാ നമ്മുടെ കുൽഫി റെഡി ആയിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴെപ്പോഴും ഫ്രീസർ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സെറ്റ് ആവില്ല. ഗ്ലാസ്സിൽ നിന്നാണെങ്കിലും മോൾഡിൽ നിന്നാണെങ്കിലും പുറത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, എന്നിട്ട് ഇതങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം അപ്പം ഇച്ചിരി മെൽറ്റാവാൻ തുടങ്ങുന്ന സമയത്ത് മുകളിലേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ
കുൽഫി പോരും. ഓക്കെ, അപ്പം ഇങ്ങനെ ചൂടുവെള്ളത്തിൽ മുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേക്കാളും കുറച്ചൊരു 10 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഇതിലത്തെ ഐസൊക്കെ കുറേയൊക്കെ പോയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടാവും കേട്ടോ. ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പിൽ ചൂടുവെള്ളം എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ കുൽഫി വെച്ചിരിക്കുന്ന ഗ്ലാസ് അതിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സെക്കൻഡ് ഡിപ്പ് ചെയ്യുമ്പോഴേക്കിനും അത് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരാൻ തുടങ്ങും. അപ്പോൾ ഒരു ഓവറായിട്ട് മെൽറ്റ് ആവണ്ട, ജസ്റ്റ് അതിൽ നിന്ന് വിട്ട് വരുന്നത് കാണുമ്പോൾ നമുക്കങ്ങ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാലും ശരിയായിക്കോളും. മതി, മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി റെഡി. നല്ല ക്രീമി ആയിട്ടുള്ള കുൽഫിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കൂടെ അങ്ങ് ബദറി കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. പ്ലേറ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ താഴേക്ക് പോവും. അപ്പോൾ പിസ്തയുടെ തൊലിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കുൽഫി ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, ചന്തത്തിന് വേണ്ടി, അല്ലെങ്കിൽ വെറുതെ കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. ഇതാണ് നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വീനാസ് കറിവേൾഡ് സ്പെഷ്യൽ മാംഗോ കുൽഫി. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം അൺമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ അൺമോൾഡ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും കഴിക്കാനും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ മാമ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. തണുപ്പുണ്ട്, തണുപ്പ് ആറിയതിന് ശേഷം നമ്മൾ സാധാരണ തൊലി മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് സ്ലൈസസ് ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഇത് മാത്രം മാറ്റിയിട്ട് സ്പൂണും എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും സാധാരണ പാത്രത്തിൽ നിന്ന് കുൽഫി കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ചത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കൂടി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് പോകും. പിള്ളേരൊന്നും ഇവിടെ ഇല്ല. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടാ. അടിപൊളി. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ വല്ലാത്തൊരു നഷ്ടമായിരിക്കും. ഞാനിതിന് വേണ്ടി പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആ കൺസിസ്റ്റൻസിയും ആ ക്രീമിൻ്റെ അളവും ഷുഗറിൻ്റെ അളവൊക്കെ എനിക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിനോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Melted kulfi with edible flowers. This is edible. ഫോട്ടോ എടുത്തപ്പോഴേക്കും ആകെ വെള്ളയില്ല. പൂ കുൽഫി കഴിക്കുന്ന അപ്പൊ സ്പെഷ്യൽ ആയിട്ട് കുൽഫി അല്ല ചോദിച്ചോണോ? ഓക്കെ, ഇത് അങ്ങനെ ഇടുവായില്ല, കുൽഫി ആയിട്ട് കഴിക്കണം. നല്ലൊന്ന് കഴിച്ചോ രാവിലെ തന്നെ. അത് you want to try? I don't know what the pastry tastes. മാംഗോന്റെ ടേസ്റ്റ് Tastes like mango. Pastry. അച്ഛൻ ഇത് തിന്നട്ടെ? Shall I eat it? You want? ഭയങ്കര വലിയ എന്നിട്ട് പൂവിന് കളയല്ലേ, പൂവെന്ന് ഭംഗിയുണ്ടാവും പൂവ് വെച്ച് കഴിഞ്ഞാൽ. കുൽഫി ഇങ്ങനെ സെർവ് ചെയ്താൽ മതി, കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒലിച്ച് കഴിയുമ്പോൾ ഐസ്ക്രീം ആയിട്ടുണ്ട്. അതന്നെ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ നോക്കാം. അതുണ്ടായിരുന്നു. അപ്പൊ കൊള്ളാം അല്ലേ? മധുരമൊക്കെ കറക്റ്റ് അല്ലേ? ബിസി ബിസി